ഹായ് ഗൈസ്, നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതേപോലത്തെ ഒരു വെബ്സൈറ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. വേർഡ്പ്രസ്സിലായതുകൊണ്ട് തന്നെ ആർക്കും ഈസിലി ആയിട്ട് അത് ചെയ്യാം, കോഡിങ്ങിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് പെയ്ഡായിട്ട് വേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുമ്പോൾ ഡൊമൈനും ഹോസ്റ്റിംഗ് സ്പേസാണ്. അപ്പോൾ നമ്മളത് ഇപ്പോൾ പഠിക്കുന്ന സമയമാണ് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അത് ഫ്രീ ആയിട്ട് കിട്ടുന്ന പാൻതിയോൺ എന്നുള്ള സോഴ്സ് പോയിട്ട് നമുക്ക് വേർഡ്പ്രസ് സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പാൻതിയോൺ ഓപ്പൺ ചെയ്യാം. പാൻതിയോണിനകത്ത് ലോഗിൻ ചെയ്യാം, കണ്ടിന്യൂ കൊടുക്കാം. നിങ്ങളുടെ നെയിമും നിങ്ങളുടെ കൺട്രിയും സെലക്ട് ചെയ്യാം. അവരുടെ ടേംസ് ഓഫ് സർവീസ് അഗ്രി കൊടുത്തിട്ട് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം. ക്രിയേറ്റ് ന്യൂ സൈറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. വേർഡ്പ്രസ് ആണ് ചെയ്യുന്നത്, അപ്പോൾ വേർഡ്പ്രസ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ നിങ്ങളുടെ URL നെയിം കൊടുക്കുക. ഇതാണ് നമ്മുടെ ഡൊമൈൻ നെയിമായിട്ട് വരിക. അപ്പോൾ ഫ്രീ ആയതുകൊണ്ട് തന്നെ അവരുടെ URLൻ്റെ ബാക്കിയായിട്ടേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളത് കൊടുത്ത് കണ്ടിന്യൂ കൊടുക്കുക. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, വിസിറ്റ് പാൻതിയോൺ സൈറ്റ് ഡാഷ്ബോർഡ് നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ സൈറ്റ് അഡ്മിൻ സെറ്റ് ചെയ്യാം. നമ്മുടെ വെബ്സൈറ്റിൻ്റെ അഡ്മിൻ സൈഡ് കണ്ടിന്യൂ കൊടുക്കാം. വെബ്സൈറ്റിൻ്റെ പേര് കൊടുത്ത് യൂസർ നെയിം പാസ്വേഡ് സെറ്റ് ചെയ്തു. ഈ യൂസർ നെയിം പാസ്വേഡ് അടിച്ചാണ് നമ്മൾ വെബ്സൈറ്റിനകത്ത് കയറുക. ഇൻസ്റ്റാൾ വേർഡ്പ്രസ് കൊടുക്കുക. ലോഗിൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേർഡ്പ്രസിൻ്റെ ഡാഷ്ബോർഡിൽ എത്താൻ പറ്റും. ഡാഷ്ബോർഡിനകത്താണ് നമ്മൾ വെബ്സൈറ്റിനെ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് ഇപ്പോൾ എന്താണെന്നുള്ള അവസ്ഥ എന്നറിയാൻ വേണ്ടിയിട്ട് വിസിറ്റ് സൈറ്റ് കൊടുക്കുകയാണ്. നമ്മുടെ സൈറ്റ് ഇപ്പോൾ ബ്ലാങ്ക് ആണ്, നമ്മളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഇത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു മെയിൻ എഡിറ്റർ ടൂള് പേജ് ബിൽഡർ എന്ന് പറയുന്നത് നമ്മുടെ എലമെൻ്റർ ആണ്. അപ്പോൾ ആ ഒരു പ്ലഗിനാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. പ്ലഗിൻസിൽ ആഡ് ന്യൂ പ്ലഗിൻ എലമെൻ്റർ കൊടുക്കുന്നു. എലമെൻ്ററിന് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഇൻസ്റ്റാൾ കൊടുത്ത് ആക്ടിവേറ്റ് കൊടുക്കാം. അപ്പോൾ എലമെൻ്റർ കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് ഒരു തീമാണ്. അപ്പോൾ അപ്പിയറൻസിൽ ആഡ് ന്യൂ തീം എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ തീം ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ തീമിൻ്റെ പേര് ആസ്ട്ര എന്നാണ്. ആസ്ട്ര ഇൻസ്റ്റാൾ ചെയ്ത് ആക്ടിവേറ്റ് കൊടുക്കാം. ആസ്ട്ര ആഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ വെബ്സൈറ്റ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ആസ്ട്ര തീമിലേക്ക് മാറിയിട്ടുണ്ടാവും. അപ്പോൾ അടുത്ത് വേണ്ട നമുക്ക് പേജാണ്. അപ്പോൾ ഡാഷ്ബോർഡിൽ പേജസിൽ ആഡ് ന്യൂ പേജായിട്ട് നമുക്ക് ഹോം പേജ് തന്നെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പേജിൻ്റെ പേര് ഹോം എന്ന് കൊടുക്കുക. ഇത് നമ്മൾ എഡിറ്റ് വിത്ത് എലമെൻ്റർ കൊടുത്ത് നമ്മൾ എഡിറ്റ് ചെയ്യാൻ ആരംഭിക്കാം. അപ്പോൾ ഞാൻ ഒരു കണ്ടെയ്നർ ആഡ് ചെയ്യുന്നത് 2 പാർട്ടായിട്ടുള്ളതാണ്. അപ്പോൾ ഒരു സൈഡിൽ ഇമേജ്, ഒരു സൈഡിൽ ടെക്സ്റ്റ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇമേജിൻ്റെ ഭാഗത്ത് ഇമേജ് കൊണ്ടിട്ടു. അപ്പോൾ നമ്മൾ വേണ്ട ഇമേജ് ചൂസ് ചെയ്യുന്നു. ഇമേജിൻ്റെ സൈസൊക്കെ നമുക്ക് അവിടെ നിന്ന് തന്നെ മാറ്റാൻ പറ്റും. അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് ഞാൻ ടെക്സ്റ്റാണ് ആഡ് ചെയ്യുന്നത്. ടെക്സ്റ്റ് എഡിറ്റർ കൊണ്ട് അവിടെ ഇട്ടു. അതിൽ എനിക്ക് വേണ്ട ടെക്സ്റ്റ് ഞാൻ പേസ്റ്റ് ചെയ്തു. നമുക്ക് ഇവിടെ നിന്ന് തന്നെ അതിൻ്റെ സൈസ്, കളറ്, ഫോണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. ഓരോന്നായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്തെടുത്ത് നിങ്ങളേതായ രീതിയിൽ അത് കസ്റ്റമൈസ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ടുകളൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഞാൻ അടുത്ത് ചെയ്യുന്നത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ മാറ്റുകയാണ്. ഏത് ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളറാണോ വേണ്ടത് അത് ചൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് താഴെ ചെയ്യുന്നത് വീണ്ടും ഇതേപോലെ തന്നെ താഴെ ആഡ് ചെയ്യാണ്. സെയിം ടൈപ്പ് തന്നെ ചെയ്യുന്നത്. ഒരു ഇമേജ്, ഒരു ടെക്സ്റ്റ് എന്നുള്ള രീതിയിൽ നിങ്ങളേതായ രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന രീതിയിൽ അത് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ടെക്സ്റ്റ് ആഡ് ചെയ്തു. വേണ്ട ടെക്സ്റ്റ് അവിടെ പേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പബ്ലിഷ് കൊടുക്കുക. അപ്പോൾ നമ്മളെ എഡിറ്റുകളൊക്കെ പബ്ലിഷായി. അപ്പോൾ നമ്മുടെ ഹോം പേജ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് കാണാൻ പറ്റുക. വീണ്ടും സൈറ്റ് നോക്കുന്നു. അപ്പോൾ നമ്മൾ ഹോം വന്നിട്ടുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്തത് അവിടെ കാണാൻ പറ്റും. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നതിൻ്റെ ഹെഡർ ഫൂട്ടർ എന്ന് പറഞ്ഞ സാധനങ്ങൾ എഡിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ മേലെ കാണുന്നതാണ് ഹെഡർ. അപ്പോൾ ഹെഡർ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ തന്നെ കസ്റ്റമൈസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഹെഡർ ബിൽഡർ എന്നുള്ളത് സെലക്ട് ചെയ്യാം.
അപ്പോൾ നമ്മുടെ ഹെഡറിലുള്ളത് സൈറ്റ് ടൈറ്റിലും പ്രൈമറി മെനു ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ പ്രൈമറി മെനു തന്നെ എഡിറ്റ് ചെയ്യാം. അപ്പോൾ സാമ്പിൾ പേജ് എന്ന് പറഞ്ഞൊന്ന് കിടക്കുന്നുണ്ട്, അപ്പോൾ അത് റിമൂവ് ചെയ്ത് കളയാം. നമുക്ക് ഹോം എന്നുള്ളത് മാത്രം മതി. അത് ഒരു പേജാണല്ലോ നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. പേര് കൊടുത്തു, പ്രൈമറി തന്നെ പേര് കൊടുത്തു. നമ്മൾ ആ പ്രൈമറിയിലേക്ക് നമ്മുടെ ഹോം പേജിനെ ആഡ് ചെയ്യാണ്. ഹോം പേജ് ആഡ് ചെയ്ത് നമ്മൾ പബ്ലിഷ് കൊടുത്തു. ഇനി നമ്മൾ ഫൂട്ടറാണ് എഡിറ്റ് ചെയ്യുന്നത്, ഏറ്റവും താഴെ വരുന്നത്. അപ്പോൾ നമ്മൾ ഏതായ രീതിക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാം. ഇവിടെ കോപ്പി റൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഇത് കിടക്കുന്നുണ്ട്, അത് റിമൂവ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. അതിൻ്റെ ഡിസൈൻ മാറ്റണമെങ്കിൽ അത് മാറ്റാം. അങ്ങനെ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് ഫൂട്ടർ ഇവിടെ നിന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഫൂട്ടർ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പബ്ലിഷ് കൊടുക്കാം. അപ്പോൾ ഹെഡർ ഫൂട്ടർ നമ്മളെ ബോഡി പാർട്ടൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്തു. ഇനി നമുക്ക് സൈറ്റിൻ്റെ ഐക്കണൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡാഷ്ബോർഡിൽ സെറ്റിങ്സ് എടുത്ത് ജനറൽ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സൈറ്റ് ഐക്കൺ സെറ്റ് ചെയ്യാം. നമ്മുടെ സൈറ്റിൻ്റെ ടൈറ്റിൽ കൊടുക്കാം, സേവ് കൊടുക്കുക. അതുപോലെ തന്നെ സെറ്റിങ്സിൽ റീഡിങ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് പേജാണോ ഫസ്റ്റ് ഓപ്പൺ ആയിട്ട് വരേണ്ടത് അവിടെ സ്റ്റാറ്റിക് പേജ് എന്നുള്ളതിൽ മാറ്റി നമുക്ക് വേണ്ട പേജ് സെലക്ട് ചെയ്യാം. അപ്പോൾ സെലക്ട് ചെയ്തിട്ട് പബ്ലിഷ് കൊടുത്താൽ മതി.